വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകുക മാത്രമല്ല, ഈ പെൺകുട്ടിക്ക് അത്യാവശ്യം എന്തെങ്കിലും ജോലിയോ സാമ്പത്തിക ശേഷിയോ ഉണ്ടെങ്കിൽ അവളുടെ അടുത്തുനിന്ന് പണം വാങ്ങി, പെൺകുട്ടിയിൽ നിന്ന് പണം വാങ്ങി അത് തിരിച്ചു കൊടുക്കാതെ കബളിപ്പിക്കുന്ന, അവസാനം വിവാഹവും ഇല്ല, പണവും നഷ്ടപ്പെട്ട്, കൊടുത്തിട്ടുള്ള ഈ സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള പണവും നഷ്ടപ്പെട്ട് വിവാഹവും നടക്കുന്നില്ല എന്നുള്ള രൂപത്തിൽ പരാധീനതയിലായി പോകുന്ന പെൺകുട്ടികളുടെ പരാതിയും കമ്മീഷൻ മുമ്പാകെ വന്നിട്ടുണ്ട്. വിദേശത്ത് ജോലി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഒറ്റപ്പെട്ട സ്ത്രീകളെയാണ്, ഒന്നുകിൽ വിധവകളായിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ വിവാഹ മോചിതരായിട്ടുള്ള സ്ത്രീകൾ, അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളെയാണ്, സിംഗിൾ വിമൻ എന്ന് പൊതുവേ നമ്മൾ പറയുന്ന ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളെയാണ് ഏജൻറ്റുമാർ ത്രൂ ആയിട്ട് സമീപിച്ച് വിദേശത്ത് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ പരിചരണത്തിനായിട്ടോ ഒക്കെ ഒന്ന് ഉള്ള തിലക്കൽ എന്നുള്ള നിലയിൽ ജോലി ലഭ്യമാക്കും എന്നുള്ള ഓഫർ നൽകിക്കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ വിദേശത്ത് പോയതിന് ശേഷം വളരെയധികം വേദനാജനകമായിട്ടുള്ള അങ്ങേയറ്റം യാതന നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജോലി ചെയ്യേണ്ടി വന്നപ്പോൾ ഈ ബന്ധപ്പെട്ട ഏജൻറ്റിനെ തന്നെ സമീപിച്ച് തിരിച്ചു വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ യാത്രക്കും മറ്റുമുള്ള പണം അങ്ങോട്ട് നൽകി. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഈ ബന്ധുക്കളൊക്കെ കൂടെ എങ്ങനെയൊക്കെയോ സഹായിച്ചിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരു സ്ത്രീയുടെ പരാതിയും ഇന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിൽ ചൂഷണത്തിനും അതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ചൂഷണത്തിനും ജോലി നഷ്ടപ്പെട്ടതിനും മാനഹാനിക്കുമൊക്കെ വിധേയരാവുന്ന സ്ത്രീകളുടെ പരാതികളാണ് പൊതുവെ കമ്മീഷൻ്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഇത്തരത്തിലുള്ള പരാതികൾ വളരെ വ്യാപകമാണ് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. കേരളത്തിലല്ല, നമുക്ക് രാജ്യത്ത് ഏറ്റവും സുശക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. സ്ത്രീയുടെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും പോറലേൽപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള സമീപനവും തെറ്റാണ്, ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ് എന്ന് വിവക്ഷിച്ചിട്ടുള്ള നിയമം രാജ്യത്തുണ്ട്. ആ നിയമം യഥായോഗ്യം പ്രയോജനപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള സമീപനം എന്തുകൊണ്ടോ കാര്യക്ഷമമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചില കേസുകളിൽ തീർച്ചയായും ഒരു നിയമവാഴ്ചയുള്ള ഒരു നിലയിലേക്ക് ഈ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതിൽ വനിതാ കമ്മീഷന് ഏറെ പ്രതീക്ഷയുണ്ട്. വലിയ രൂപത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരു സ്ത്രീയുടെ അന്തസ്സിനെ എത്രത്തോളം മുറിവേൽപ്പിക്കാൻ കഴിയും എന്നുള്ള രൂപത്തിൽ ഉള്ള ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിന് എതിരായിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സിനിമാ നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുകയും ബന്ധപ്പെട്ട ആരോപണ വിധേയനായിട്ടുള്ള കോടീശ്വരനായിട്ടുള്ള വ്യക്തിയെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനും, അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിന് ജാമ്യം ലഭ്യമായിട്ടുണ്ടെങ്കിലും ജാമ്യ വ്യവസ്ഥ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവാത്ത നിലപാടെടുത്തു. അതും ഒരു നിയമത്തിനെ ധിക്കരിക്കലാണ്. നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണ് എന്ന് കാണുന്നുണ്ടെങ്കിലും ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് വേണം ആരും ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ. അതിന് പോലും തയ്യാറാവാത്ത ഒരു നിലപാട് കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ജാമ്യം ലഭ്യമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഈ കേരളത്തിൽ എങ്ങനെയാണ് നിയമങ്ങൾ നടപ്പിലാകേണ്ടത് എന്നതിനെക്കുറിച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള ആൾ തന്നെ അഭിഭാഷകൻ മുഖേന പറഞ്ഞു പോയിട്ടുള്ളത് തെറ്റാണ് എന്ന് സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭ്യമായിട്ടുള്ളത്. തീർച്ചയായും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആംഗ്യം കൊണ്ടുപോലുമോ നമ്മുടെ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ടെങ്കിലും ആ നിയമം യഥായോഗ്യം നടപ്പിലാക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ കാര്യത്തിൽ വളരെയധികം ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും ഒരു നിയമ അവബോധമുള്ള ഒരു പൊതുസമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് ഇത് ഉതകുന്ന ഒരു സാഹചര്യമാണ്. ഇത് കേരളീയ സമൂഹത്തിന് നല്ല ഒരു സന്ദേശം നൽകാൻ ഇടവരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അതിൽ ആ ബന്ധപ്പെട്ട നടി സാധാരണ നിയമം അനുശാസിക്കുന്നത് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്കിരകളായിട്ടുള്ള അതിജീവിതകളായിട്ടുള്ള സ്ത്രീകളുടെ പേര് പോലും പുറത്തു പറയാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ആ നടി
തൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് സമൂഹത്തോട് മുമ്പാകെ അത് പറയാൻ മടിയില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടേണ്ടുന്നത് നിയമലംഘനം നടത്തുന്ന, സ്ത്രീയെ അധിക്ഷേപിക്കുന്ന ആളുകളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പരാതി നൽകാൻ ഒരു സിനിമാ നടി മുന്നോട്ട് വന്നിട്ടുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്ത്രീകൾക്ക് അന്തസ്സോടെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാനുള്ള ഒരിടമായിട്ട് ഈ കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു തരത്തിലേക്ക് കേരളീയ സമൂഹം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് 2025 വർഷം പിറന്നു വീണപ്പോൾ തന്നെ അത്തരത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്ത് വൃത്തികേടും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ധരിച്ചു വെച്ചിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം കൂടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എന്ത് വൃത്തികേടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ പുതിയ തലമുറക്ക് അത് തെറ്റാണ്, നിയമവിരുദ്ധമാണ് എന്ന് കാണുക മാത്രമല്ല, കേരളത്തിലെ സൈബർ പോലീസ് വിങ്ങിൻ്റെ ഒരു ഇടപെടൽ, സൈബർ നിയമങ്ങളുണ്ടെങ്കിലും പലപ്പോഴും പോലീസ് അറച്ചു നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള പരാതികൾ അയച്ചു കഴിഞ്ഞാൽ സൈബർ സെല്ലിൻ്റേതായിട്ടുള്ള പോലീസിൻ്റെ ഒരു സൈബർ വിങ് തന്നെ കേരളത്തിലുണ്ട്. വളരെ ശക്തമായിട്ടുള്ള നടപടികൾ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് കൈക്കൊള്ളാൻ, സ്ത്രീക്ക് ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഈ സൈബർ നിയമങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി സൈബർ പോലീസ് വിങ് തയ്യാറാവണം എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ പറയാനുള്ളത്.